നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരൻ അർഷിദിന്റെ മരണത്തിൽ പ്രതി അഷ്കറിനെതിരെ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. അഷ്കറുമായി ബന്ധമുണ്ടെന്ന ആരോപണമുള്ള 3 മരണങ്ങളും പോലീസ് അന്വേഷിക്കും. പോലീസിനെതിരായ അഷ്കറിന്റെ ആദ്യ ഭാര്യ ആമിനയുടെ കുടുംബത്തിന്റെ പരാതി ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. അഷ്കറിനും അഖിലയ്ക്കുമായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. 1.5 വയസ്സുകാരനെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ അഷ്കറിന്റെ ക്രൂരതകളെക്കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. സ്വത്ത് നൽകിയില്ലെങ്കിൽ തന്നെ കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന് അഷ്കർ ഭീഷണിപ്പെടുത്തിയിരുന്നതായി ആദ്യ ഭാര്യ ആമിനയുടെ പിതാവ് ഷിഹാബ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മകൻ മുഹമ്മദിന്റെ മുങ്ങിമരണത്തിൽ സംശയമുണ്ടെന്നും അഷ്കറിനെതിരെ പരാതി നൽകിയിട്ട് പോലീസ് നടപടിയെടുത്തില്ലെന്നും ഷിഹാബ് ആരോപിച്ചു. ഇവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരനെ ഞാൻ മുക്കിക്കൊന്നുകളയും, വണ്ടി ഇടിച്ചു കൊന്നുകളയും എന്നൊക്കെയാണ് എൻ്റെ മോളെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. എൻ്റെ മോൾ ഒരു കാര്യവും വീട്ടിൽ പറയാറില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ഉമ്മായ ഞാൻ വണ്ടി കയറ്റി ഇറക്കിക്കൊല്ലും. എൻ്റെ ഭാര്യ ഇവിടെ വെച്ച് അടിച്ചു. ഞാൻ വീട്ടിൽ പോയിരുന്നു. കൂടുതൽ ആരോപണങ്ങൾ വന്നതോടെ അഷ്കറിനെ കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് പോലീസ് നീക്കം. അഷ്കറിന് പങ്കുണ്ടെന്ന് ആരോപണമുയർന്ന 3 മരണങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. അഖിലയുടെ ഭർത്താവ് അഖിൽ, ആമിനയുടെ സഹോദരൻ മുഹമ്മദ്, അഖിലയുടെ ഒപ്പം ജോലി ചെയ്ത ചിറയൻകീഴ് സ്വദേശിയായ യുവതി എന്നിവരുടെ മരണങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരിക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആമിനയെ സന്ദർശിച്ച മന്ത്രി ബിന്ദു കൃഷ്ണ കുടുംബത്തിന് സർക്കാർ സഹായം നൽകുമെന്നറിയിച്ചു. പോലീസിനെതിരായ കുടുംബത്തിന്റെ പരാതി ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. അർഷിദിന്റെ മുത്തശ്ശിയെയും ബിന്ദു കൃഷ്ണ സന്ദർശിച്ചു. കുഞ്ഞിന് മരണം മാത്രം മതിയല്ലോ അയാളുടെ ക്രൂരതയുടെ ആഴം അറിയാൻ. അതുകൊണ്ട് ഈ ആരോപണ വിധേയമാകുന്ന എല്ലാ വിഷയങ്ങളും അന്വേഷിപ്പിക്കാൻ വേണ്ടി ഉള്ള നിലപാട് സർക്കാർ എടുക്കും. കുടുംബ സംശയം പറയുമ്പോൾ തീർച്ചയായും അത് അന്വേഷിപ്പിച്ചേ മതിയാകും. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകും. സർക്കാരിന് സാധ്യമായ എല്ലാ സഹായങ്ങളും ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അടക്കം ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരെ ആലോചിച്ച് ചെയ്യും. അഷ്കറിന്റെ കുടുംബാംഗങ്ങളും കുഞ്ഞിനെ മർദ്ദിച്ചതായാണ് അർഷിദിന്റെ മുത്തശ്ശിയുടെ ആരോപണം. മാതാവും സഹോദരിയും തെളിവ് നശിപ്പിച്ചതായും ഇരുവരെയും ചോദ്യം ചെയ്യണമെന്നും മുത്തശ്ശി ഷീന ആവശ്യപ്പെട്ടു. ഇവരെയും പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. റിമാൻഡിലുള്ള അഷ്കറിനെയും അഖിലയെയും കൂടുതൽ ചോദ്യം ചെയ്യാനായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.